ഹലോ വെൽക്കം ബാക്ക് ടു യൂറോപ്യൻ ലൈഫ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ആയാലും ഒരു വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് തിരക്കായിരുന്നു പറഞ്ഞാൽ പാർട്ട് ടൈം ജോബുണ്ട്, പഠിക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അങ്ങനെയൊക്കെ രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, നോർമൽ ലൈഫ്. അപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് അല്ലെ എന്നെ അറിയുന്ന കുറച്ച് റിലേറ്റീവ്സ് അവരുടെ പാരൻസൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, കുട്ടി ജർമ്മനിയിലല്ലേ, എൻ്റെ മോനല്ലേ മോക്കിപ്പോൾ ജർമ്മനിയിലേക്ക് പഠിക്കാൻ വരാൻ ആഗ്രഹമുണ്ട്, എങ്ങനെയാണ് അവിടുത്തെ ലൈഫ് സ്റ്റൈല്, നമുക്കവിടെ വന്നിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? കാരണം ഇപ്പം നമുക്ക് യു കെയിലൊക്കെ അറിയാം കുറേ റെസ്ട്രിക്ഷൻസൊക്കെ വന്നു തുടങ്ങിയതല്ല, ഓൾമോസ്റ്റ് അത് റൂളായി കഴിഞ്ഞു. അപ്പം ഒരുവിധം എല്ലാവരും തന്നെ പ്രിഫർ ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു കൺട്രിയാണ് ജർമ്മനി, അല്ലെങ്കിൽ കുറച്ച് ഷെങ്കൻ കൺട്രീസ്. അതിൽ മെയിനായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് ജർമ്മനിയാണ്. അപ്പം ഞാനൊരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റാണ് ജർമ്മനിയിൽ. അപ്പം ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നത്, എൻ്റെ ഇവിടുത്തെ ഒരു ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് കുറച്ചെങ്കിലും 1-2 പേർക്കെങ്കിലും ഇതായിട്ടൊരു ബെനിഫിറ്റ് ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. സോ ഞാനൊരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റാണ്. ഞാനൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് മാസ്റ്റേഴ്സ് ചെയ്യുന്നത്, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലല്ല. അപ്പം ബേസിക്കലി പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മോസ്റ്റ്ലി എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ് ഫണ്ട് ഇടുന്നത്. നമുക്കൊരു ചെറിയ കോൺട്രിബ്യൂഷനേ ആവുന്നുള്ളൂ, ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ. അതിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഏറ്റവും വളരെ ചെറിയൊരു എമൗണ്ട് ആട്ടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഈ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടാവുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റും കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റും കൂടെ വരുമ്പോഴത്തേനും ഈ ഒരു സെമസ്റ്റർ ടിക്കറ്റിനേക്കാളും കുറച്ചുകൂടി ഒരു എമൗണ്ട് അതിൽ ജാസ്തിയാവും. എന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അതൊരു ഹൈ എമൗണ്ട് ആണ്. ഒരു 6 മന്തിലേക്ക്, അതൊരു സെമസ്റ്റർ എന്ന് പറയുന്ന ഒരു മിനിമം 5 to 6 മന്ത് ആണല്ലോ. ഈ 6 മന്തിലേക്ക് നമുക്ക് വരുന്നതെന്ന് പറയുന്ന ഒരു 350 or 300 to 400 യൂറോസ്. ആ ഒരു എമൗണ്ടിലാണ് നമ്മുടെ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇതിൽ നമ്മുടെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രാവലിങ്ങിന്, അതായത് ഓൾ ഓവർ ജർമ്മനിയിൽ ട്രാവൽ ചെയ്യുന്നതിന് എക്സ്ട്രാ എക്സ്പെൻസീവ് ഒന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല. അപ്പാർട്ട് ഫ്രം ദി IC അങ്ങനത്തെ ബുള്ളറ്റ് ട്രെയിൻസിനൊന്നും ഈ ടിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഓൾ ഓവർ ദ ജർമ്മനിയിൽ. അപ്പം ഇങ്ങനെയാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാകുമ്പോൾ നമുക്ക് മന്ത്ലി ഒരു ഹ്യൂജ് എമൗണ്ട് പേ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. 1000 യൂറോസും 9000 to 1000 യൂറോസൊക്കെ ഒരു ഫീസായിട്ട് കൊടുക്കേണ്ടി വരും ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ. പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു ബേസിക്കായിട്ട് നമുക്ക് എക്സ്പെൻസ് എന്ന് വരുന്നത്, നമ്മളൊരു സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ നമ്മളിവിടെ ഒരു ബ്ലോക്ക് എമൗണ്ട് കാണിക്കണം. ബ്ലോക്ക് എമൗണ്ട് കാണിക്കുമ്പം ഒരു ആദ്യത്തെ 9 months അല്ലെങ്കിൽ 9 to 12 months നമുക്ക് ഈ ബ്ലോക്ക് എമൗണ്ട് കിട്ടും. ഒരു 912 യൂറോസ് മുതൽ ഒരു 900 to 1000 യൂറോസിൻ്റെ ഇൻബിറ്റ്വീലായിരിക്കും നമുക്ക് ഈ ബ്ലോക്ക് എമൗണ്ട് ഓരോരോ തവണയായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഫസ്റ്റ് 1 year ഒന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം നമുക്ക് മന്ത്ലി നമുക്ക് ബ്ലോക്ക് എമൗണ്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ബേസിക് എക്സ്പെൻസൊക്കെ അതിൽ മീറ്റ് ചെയ്ത് പോകും. നമുക്ക് നമ്മുടെ റെൻറ്റ്, ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മുടെ റേഡിയോ ടാക്സ്, നമ്മുടെ നോർമൽ ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേസിക്കായിട്ടുള്ള നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കുന്നത് ഒക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെട്ട് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് പാർട്ട് ടൈം ജോബ് ഇല്ലാതെ ആഫ്റ്റർ ദാറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ പാരൻസിൻ്റെ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്പൗസസിൻ്റെ നിന്നൊക്കെ നമുക്ക് എമൗണ്ട് ചോദിക്കേണ്ട ആവശ്യം വരും. സോ ബേസിക്കലി ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പാർട്ട് ടൈമും കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം പാർട്ട് ടൈം ചെയ്യുമ്പം ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അപ്പോൾ ബെർലിൻ എന്ന് പറയുന്നത് ക്യാപിറ്റലാണല്ലോ, ജർമ്മനീൻ്റെ ക്യാപിറ്റലാണല്ലോ. ബെർലിൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി മൈഗ്രൻസ് ഉള്ള ഏരിയ ആണ്. എന്താ പറയുക, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പാർട്ട് ടൈം ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പാർട്ട് ടൈമിന് പ്രിഫറൻസ് വരുന്നുണ്ട്. ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഹൈ പ്രൊഫിഷ്യൻസി ഉള്ള ആൾക്കാർക്കാണ് ഒരു ഫസ്റ്റ് പ്രിയോറിറ്റി എന്ന് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഒത്തിരിയധികം ബുദ്ധിമുട്ട് വരും പാർട്ട് ടൈം കിട്ടുന്നതിന്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ജർമ്മൻ ലാംഗ്വേജ് നല്ല രീതിയിൽ, ഒരു A1 ഒന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത്, നല്ലൊരു ലാംഗ്വേജ് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ ഒരു B1 B2 ലെവൽ ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്കിവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പാർട്ട് ടൈം കിട്ടാൻ
ചാൻസസ് ഹൈ ആണ്, വെരി ഹൈ ആണ്. പക്ഷേ ലാംഗ്വേജ് കുറയുന്നവർ നമ്മളിപ്പോൾ പാർട്ട് ടൈമിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, റിജക്ഷൻസ് ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പാർട്ട് ടൈം ചെയ്യുന്നത് എവിടെയാണ്? വെയർ ഹൗസസിലാണ്. ആമസോൺ, ഹൈവ്, അല്ലെ ഫ്ലിങ്ക്, ഇത്തരത്തിലുള്ള വെയർ ഹൗസസിലാണ് മോസ്റ്റ്ലി സ്റ്റുഡൻസ് പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ്, ക്ലീനിങ് ജോബ്, ഇതൊക്കെയാണ് നമുക്ക് സ്റ്റുഡൻസിന് കിട്ടുന്ന പാർട്ട് ടൈം ജോബ് മോസ്റ്റ്ലി കേട്ടോ. അല്ലാത്തവരും ഉണ്ട്, നല്ല കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസാണ് ഞാനീ പറയുന്നത്. ഇപ്പം ആമസോണിലൊക്കെ ആണെങ്കിൽ ഒരു ഹൈ ടൈം, പീക്ക് ടൈം വരുമ്പോൾ നന്നായിട്ട് സ്റ്റുഡൻസിനെ കയറ്റിവിടും. അതായത് നമുക്ക് നല്ല ഓപ്ഷൻസ് ഉണ്ടാകുമായിരിക്കും. ഈവൻ നല്ല രീതിയിൽ പേയ്മെൻറ്റും ഉണ്ട്. ഒരു 40, എക്സാക്ട്ലി എനിക്കറിയത്തില്ല, നല്ല 14 to 15 യൂറോ, അത് 14 യൂറോ ടു 15, അത് അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ പെർ അവറിന് അവർക്ക് കിട്ടുകയും ചെയ്യും. അത് ഓരോരോ വെയർ ഹൗസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന പാർട്ട് ടൈമിനുള്ള വേജസ് എന്ന് പറയുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആമസോണിലൊക്കെ ഒരു ടൈം പീരീഡ് കഴിയുമ്പം ഇവർ കംപ്ലീറ്റ്ലി വേവ് ഓഫ് ചെയ്യും. കാരണം ഈ ഡിസംബർ ടൈമിലൊക്കെ ഒരു പീക്ക് ടൈം എന്ന് പറയത്തില്ലേ, ആ ടൈമിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ എംപ്ലോയീസിനെ വേണ്ടത്. അപ്പം ആ ടൈം കഴിയുമ്പോൾ നമുക്ക് മിനിമം കിട്ടുന്ന ഒരു എംപ്ലോയറിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ 3 to 6 months, 1 year ഒക്കെ കിട്ടുക എന്ന് പറയുന്ന ലക്കാട്ടോ. സോ അത് കഴിയുമ്പോൾ അവർ പിരിച്ചുവിടും. സോ നമ്മൾ എഗെയിൻ വി ഷുഡ് ഫൈൻഡ് ഫോർ ദ പാർട്ട് ടൈം ജോബ്. അപ്പം കുറച്ച് സ്ട്രഗിൾ ഉണ്ട് ഈ എന്താ പറയുക പാർട്ട് ടൈം ജോബ് ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രോസസ്സിന്. ഓക്കെ, അപ്പോൾ പാർട്ട് ടൈം ജോബ് ഇതെങ്ങനെയാണ്. അപ്പം നമ്മൾ വിചാരിക്കണം, നാട്ടിലിപ്പം ചിലവർ ഡയറക്റ്റായിട്ട് സ്റ്റുഡൻസ് ഇപ്പം പഠിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരുന്നവരായിരിക്കും. മറ്റ് ചിലരെന്താ നല്ല ഒരു IT പ്രൊഫഷൻസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥരോ നല്ല രീതിയിൽ ജോബ് നാട്ടിൽ ചെയ്തിട്ട് ഒരു യൂറോപ്പിലേക്ക് ഇതാക്കണം എന്ന് പറഞ്ഞ്, അതായത് യൂറോപ്യൻ രാജ്യത്തിൽ ജീവിക്കണം, എനിക്ക് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കിട്ടണം എന്ന് പറഞ്ഞ് മൂവ് ചെയ്യുന്നവരുണ്ട്, ഒരു വിഭാഗം ആൾക്കാർ. അപ്പം ഓൾറെഡി നാട്ടിൽ അവർ നല്ല ഹൈ പൊസിഷനിലാണ്, നല്ല ഹൈ വേജസ് കിട്ടുന്ന ആൾക്കാരാണ്, ഒരു ഓഫീസ് ജോബാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. നമ്മളിവിടെ എല്ലാ പണിയെടുക്കണം. ഒരു പാർട്ട് ടൈം സ്റ്റുഡൻസിന് പാർട്ട് ടൈം എന്നൊക്കെ പറയാൻ നമ്മൾ ക്ലീനിങ്, കക്കൂസ്, ഹൗസ് കീപ്പിംഗ്, എവറിത്തിങ്, അതായത് ഏത് എക്സ്റ്റൻഷൻ വരെ പോകാൻ പറ്റുമോ നമ്മൾ അതുവരെ മാക്സിമം നമ്മുടെ മനസ്സിലത് ഉണ്ടായിരിക്കണം. അല്ലാതെ ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ, ഞാൻ അങ്ങനെ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ ആ കാര്യം ജസ്റ്റ് റിമെമ്പർ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടാക്സസ്, അല്ലെങ്കിൽ ഒരു മന്ത്ലി നമുക്ക് എത്രത്തോളം എക്സ്പെൻസസ് ആവും എന്നുള്ള കാര്യം. ടാക്സിൻ്റെ കാര്യത്തിൽ വരികയാണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി സ്റ്റുഡൻസൊക്കെ കാറ്റഗറി 1, ടാക്സ് കാറ്റഗറി 1 ആയിരിക്കും. അപ്പം അതിനുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് നമ്മുടെ സാലറിയിൽ നിന്നാണേലും ഡിഡക്ഷൻ വരുന്നത്. പിന്നെ നമ്മളൊരു ക്രിസ്ത്യാനിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചേർച്ച് ടാക്സ് വരും 28. ആ എക്സാക്റ്റ് എമൗണ്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഒരു എമൗണ്ട് ഓഫ് ചേർച്ച് ടാക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ റേഡിയോ ടാക്സ് പേ ചെയ്യണം. റേഡിയോ ടാക്സ് 18.99, 19 യൂറോ, ഒരു 20 യൂറോ, ആ ഒരു ലെവലാണ് നമുക്ക് റേഡിയോ ടാക്സ് മന്ത്ലി വരുന്നത്. പിന്നെ നമ്മുടെ ഗ്രോസറീസ് ബേസിക്കലി നമുക്കൊരു 250 മുതൽ 300 യൂറോസ് നമ്മുടെ ഒരു മന്ത്ലി ഗ്രോസറി പർച്ചേസിന് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പം ഒരു ബേസിക് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു 900 മുതൽ 1000 യൂറോ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്കിവിടെ എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോയിൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏജിൻ്റെ കാറ്റഗറി മാറുന്നതിനനുസരിച്ച് തന്നെ ഹെൽത്ത് ഇൻഷുറൻസും മാറിക്കൊണ്ടിരിക്കും. ഒരു 24 ഏജ് വരെയുള്ള ആളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് അല്ല അത് കഴിഞ്ഞിട്ടുള്ള 27 വരെയുള്ള, അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് സെപ്പറേറ്റ്. പിന്നെ നമുക്കൊരു 30 ക്രോസ് ചെയ്യുമ്പോഴത്തേനും 235 യൂറോസൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ്, പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസിനാവുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, എഗെയിൻ അവർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാറ്റഗറി ഇൻക്രീസ് ചെയ്തു. അതായത് നമ്മുടെ ഇത്രയും പെർസെൻറ്റേജ് എക്സ്ട്രാ വരുന്നുണ്ട് ഇനിയും. അതിപ്പം നമുക്കിപ്പോൾ ഓൾറെഡി ഞാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും വരുന്നുണ്ട്, എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്, എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്. അപ്പം കുറച്ചുകൂടെ എമൗണ്ട് ആവും, പിന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2025 ജനുവരി 1 ഓൺവേർഡ്സ് നമ്മുടെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിനും കൂടുകയാണ്. 49 യൂറോ ഉണ്ടായിരുന്ന ടിക്കറ്റ് ഇപ്പം 58 or 59, അത്രയും എമൗണ്ട് ആയി. അപ്പോൾ അവിടെ നമുക്ക് മന്ത്ലി എക്സ്പെൻസ് കൂടുകയാണ്. സോ ഇത്രയുണ്ട്. പിന്നെ നമ്മൾ ഹൗസിങ്ങിന് കൊടുക്കണം, ഹൗസിങ്ങിന് നല്ലൊരു എമൗണ്ട് ആവുന്നു. ഇപ്പോൾ ബെർലിൻ പോലുള്ള സ്ഥലത്ത് ഒരു മിനിമം ഒരു ബെഡ് സ്പേസിന് ഒരു 400 to 450 യൂറോസ് വരുന്നുണ്ട്. അപ്പം ഞാനൊക്കെ താമസിക്കുന്നത് ഔട്ട് ഓഫ് ബെർലിനാണ്, കോട്ട്ബൂസ് എന്ന് പറയും. അപ്പം ഞാനൊക്കെ ഒരു ഗസ്റ്റ് ഹൗസ്, സ്റ്റുഡൻസിൻ്റെ ഡോർമെറ്ററി പോലത്തെ സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്കൊക്കെ ഒരു
€300 ഉള്ളിലേ വരുന്നുള്ളൂ ഒരു റെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ. അപ്പോൾ അത് പെട്ടെന്ന് വിചാരിക്കരുത് ഇത്രയും എനിക്ക് ബ്ലോക്ക് എമൗണ്ട് ഉണ്ട്, എനിക്ക് സുഖസുന്ദരമായിട്ട് ജർമ്മനിയിൽ വന്ന് ജീവിക്കാമെന്നൊന്നും. ഓഫ് കോഴ്സ് നമുക്ക് ബ്ലോക്ക് എമൗണ്ട് ഉണ്ട്, പക്ഷേ ഒരു 1 ഇയർ കഴിയുമ്പോഴത്തേനും ഈ ബ്ലോക്ക് എമൗണ്ട് നമ്മുടെ കയ്യിൽ കാണത്തില്ല. ഓഫ് കോഴ്സ് നമ്മൾ പാർട്ട് ടൈം ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കുറേ പേര് ഇപ്പം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ലോൺ എടുത്ത് വരുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലും ഡെബിറ്റ് ചെയ്ത് വരുന്നവരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ സാധനമൊക്കെ നമ്മൾ തിരിച്ചടയ്ക്കാനും വേണം. അപ്പോൾ അതിൻ്റേതായ ഒരു ലോൺ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന്, എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, ചിലരെങ്കിലും, അപ്പം അവർക്കത് പേ ചെയ്യണം. അപ്പം ഇതെല്ലാം മന്ത്ലി നമ്മൾ മീറ്റ് ചെയ്യേണ്ട റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പം ഇതൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിക്കണം. ഇതൊന്നും നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം ഒരു ഫാക്റ്റാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതായത് വന്നതിന് ശേഷം ഇതെല്ലാം റിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പിന്നെ ഇവിടെ സർവൈവ് ചെയ്യാനും. സോ ജർമ്മനിയിലേക്ക് വരികയാണോ, നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ആരോടാണെങ്കിലും ഞാൻ പറയുന്ന കാര്യം, ജർമ്മൻ ലാംഗ്വേജ് ലേൺ ചെയ്യുക. നമ്മളെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ലേൺ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. ഒത്തിരി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഇരട്ടി ബെനിഫിറ്റ് ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ കുറേ ജോബ് സീക്കിംഗ് വിസയുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും പറയാറുണ്ട് IT, ഓക്കെ ഇപ്പോൾ ജർമ്മനിയിൽ IT സ്പെഷ്യലിസ്റ്റിന് വേണം, അല്ലെങ്കിൽ IT നോളജുള്ള സോഫ്റ്റ്വെയർസ് അറിയുന്നവരെ ഒത്തിരി പേരെ ആവശ്യമുണ്ട്. നമ്മൾ ഒത്തിരി അധികം ന്യൂസിൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഒരു IT കമ്പനി പോലും ജർമ്മൻ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ കോളേജിൽ, എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒത്തിരി ക്യാമ്പസ് ഡ്രൈവ് നടക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഒരു തവണ നമ്മൾ പോയപ്പം ബേസിക്കലി ITയിൽ പോലും B2 or C1 ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് തിങ്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളൊരു കൈൻഡ് ഓഫ് സോഷ്യലി റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ള കോഴ്സാണ് നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ജോബാണ് അന്വേഷിക്കുന്നതെങ്കിൽ എത്രത്തോളം ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. സോ ഇതെല്ലാം ഒന്ന് തലയിൽ ഒന്ന് കയറ്റി ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഞാൻ ഒരിക്കലും ഈ രാജ്യത്തെപ്പറ്റി കുറ്റം പറയത്തില്ല, ബിക്കോസ് റൈറ്റ് നൗ ഐ ആം ഇൻ ജർമ്മനി. നല്ല കൺട്രിയാണ്, തെറ്റൊന്നും പറയാനില്ല, നല്ല കൺട്രിയാണ്, എല്ലാം കൊണ്ട് നല്ലതാണ്. പക്ഷേ കുറേ നമ്മൾ പറയത്തില്ലേ, ഒരാൾ പുറത്തോട്ട് പോകുന്നു അപ്പോഴത്തേനും എനിക്കും പുറത്തോട്ട് പോകണം, അല്ലെങ്കിൽ എനിക്കും നമ്മൾ പറയത്തില്ലേ മഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണുമ്പോൾ വാവ് എന്നൊക്കെ ഫീൽ ഇല്ലേ. നമ്മൾ പണ്ട് പഠിച്ചിരുന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയിലുള്ള ഇമേജസ്, ലീവ്സിൻ്റെ ഇമേജസൊക്കെ കാണുമ്പോൾ എന്നൊക്കെ പറയും. പക്ഷേ ഇതൊന്നും അല്ലല്ലോ നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരുമ്പം സ്ട്രഗിൾസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ 23, 21 ആ ഏജൊക്കെ കഴിഞ്ഞ ഒത്തിരിയധികം കുട്ടികൾ നമുക്കറിയാം. അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് വീട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു ചായ വെക്കാൻ പോലും അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ടോയ്ലറ്റ് നമുക്ക് വാഷ് ചെയ്യാൻ അറിയാത്തവർ ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 10, 50, 55, 60 ടോയ്ലറ്റ്സൊക്കെ ക്ലീൻ ചെയ്യുന്നത്. കാരണം അവർക്ക് സർവൈവ് ചെയ്യാൻ വേറൊരു ഓപ്ഷനില്ല. അപ്പം ചിലപ്പം കുട്ടികൾക്ക് അത് എത്രത്തോളം മനസ്സിലാവണമെന്നില്ല, പക്ഷെ പാരൻസ് ഒന്നുകൂടി റീതിങ്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതിനൊരു നല്ല വശം കൂടിയുണ്ട്. കാരണം നമ്മുടെ നാട്ടിലാവുമ്പം നമുക്ക്, ഞാൻ നമ്മുടെ നാടിനെ കുറ്റം പറയുന്നതല്ല, മേ ബി നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ കണ്ടു വളർന്നത് എങ്ങനെയാണ്, ഇന്ന ജോബ് ചെയ്യുന്നവർ ഇപ്പോൾ ഒരു ഹൈ പൊസിഷനിൽ, ഗവൺമെൻറ് സെക്ടറിൽ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവർ അവരിങ്ങനെ, ഇപ്പം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ എന്താ പറയുക, റോഡ് ക്ലീൻ ചെയ്യാൻ വരുന്നവർ, കക്കൂസ് ക്ലീൻ ചെയ്യാൻ വരുന്നവർ, അവരൊക്കെ ഒത്തിരി താഴേക്കടിയിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ ഇവിടെ വന്നല്ലേ, ഈ ഞാനടക്കം ഇൻക്ലൂഡിങ് മീ, നമ്മളിവിടെ വന്ന് നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. ബാത്റൂം ക്ലീൻ ചെയ്യുന്നുണ്ട്, അടിച്ചു വാരുന്നുണ്ട്, പുറം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ജോബിനും ഒരു പ്രത്യേകതയില്ല, എല്ലാ ജോബും ഈക്വലാണ്. നമ്മൾ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈച്ച് ജോബ് ഹാവിങ് അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ നീ അടിച്ചു വാരുന്നവരാണ്, നീ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നവരാണ്, അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇവിടെ ഇല്ല. അല്ലെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഒരു ഓഫീസർ ഒരു വെൽ ഡ്രസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു IT പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു വെൽ ഡ്രസ്ഡ് ആയിരിക്കും. വൈറ്റ് കോളർ ജോബ് അല്ലേ, ഒരു നല്ല വെൽ ഡ്രസ്ഡ് ചെയ്തിട്ടായിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അടിച്ചു വരുന്ന ചേച്ചിമാരോ ചേട്ടന്മാരോ അവരെന്തോ ഒരു നോർമൽ സാരി അല്ലെങ്കിൽ
മൊത്തത്തിലൊരു മെസ്സി ലുക്കായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അടിച്ചു വാരുന്നവരും വെൽ സ്യൂട്ടൊക്കെ ആയിരിക്കും. നോർമൽ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നവരും ആ സെയിം ഡ്രസ്സായിരിക്കും. അതായത് ഒരു തരത്തിലുള്ള ഡിഫറൻസും ഇല്ല, ഈവൻ ഡ്രസ്സിങ്ങിന് പോലും. സോ അതാണ് ഞാൻ പറയുന്നത്. അത് പക്ഷേ ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞു മക്കളൊക്കെ അത് കാണുന്നതും പഠിക്കുന്നതും ഒരു തരത്തിൽ, എല്ലാ തരത്തിലും പറഞ്ഞാൽ വലിയൊരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് നമ്മുടെ ഒരു നെക്സ്റ്റ് ജനറേഷനെ ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പം ഒരു ജോലിക്കും ഒരു ഡിഫറൻസും ഇല്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. അല്ലെങ്കിൽ ആര് ജോലി ചെയ്താലും കിട്ടുന്നത് പണമാണ് എന്നുള്ളൊരു വാല്യൂ ചെറുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ ടീനേജ് ഗ്യാപ്പിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. സോ എല്ലാത്തിനും നെഗറ്റീവ് സൈഡും അല്ല, എല്ലാത്തിനും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പം ആരൊക്കെയാണോ ജർമ്മനിയിലേക്ക് വരുന്നത് സ്റ്റുഡൻറ്റ് കാറ്റഗറി ആയിട്ട്, എല്ലാവരും കുറച്ച് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വരുന്നവരോട് എക്സ്പീരിയൻസ് ചോദിക്കുക. എനിക്ക് തോന്നുന്നില്ല ഒരാൾ വന്നിട്ട് നമ്മളോടിപ്പോൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് വേറൊരാളുടെ നെഗറ്റീവ് അല്ലെങ്കിൽ നിങ്ങളിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി പറയുന്നു എന്നല്ല. അവർക്ക് ഫേസ് ചെയ്തേണ്ടി വന്ന പല പ്രശ്നങ്ങളും അവർ ചിലപ്പോൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമായിരിക്കും. അതൊരു നല്ല രീതിയിലെടുക്കുക. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു രാജ്യത്തെക്കുറിച്ചോ അവിടുത്തെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചോ, അല്ലെ അവിടെ വന്നതിന് ശേഷം എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു ഓർത്തോ, അല്ലെ അവിടെ ചെന്നതിന് എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടെന്നോ, ഇതൊന്നും നമുക്ക് വേറൊരാളോട് ചോദിക്കേണ്ട കാര്യമില്ല. ഗൂഗിളുണ്ട്, സെർച്ച് ചെയ്യാം. അപ്പം സോ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എല്ലാവരും നല്ല രീതിയിൽ മെൻ്റലി പ്രിപ്പയർ ആയതിനു ശേഷവും ഹാപ്പി ആയിട്ടും വരിക. ഇതൊക്കെ ഒരു ഫേസിങ് സ്റ്റേജാണ്. ഈ സമയത്ത് ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം കുറേ ഇത്തരത്തിലുള്ള റൂൾസ് ചേഞ്ചിങ് ഒക്കെ ഉണ്ട്. കുറേ റൂൾസ് ചേഞ്ചിങ് ഉണ്ട്. ഇത്രയൊക്കെയുള്ള നമുക്ക് മന്ത്ലി എക്സ്പെൻസ് ആകും. പിന്നെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ നമുക്ക് എമൗണ്ട് കുറച്ചുകൂടെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ജോബും ചെയ്യാനുള്ളൊരു മെൻ്റലി പ്രിപ്പറേഷൻ നേടിയിട്ട് വരിക. കാരണം ആരും പഠിച്ച ഒരു പ്രൊഫഷനിലൊന്നുമല്ല കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്, മനസ്സിലായോ? സോ എന്ത് ജോലിയാണെങ്കിലും അത് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വരിക. പിന്നെ ഏത് രാജ്യത്ത് നമ്മൾ വരികയാണെങ്കിലും നമ്മൾ ആ രാജ്യത്തിൻ്റെ ലോയിനെയും നമ്മുടെ ആ രാജ്യത്തിൻ്റെ ആൾക്കാരെയും നമ്മുടെ ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. ഇപ്പം ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള രാജ്യമാണ്. ഇവിടെ പള്ളികളിലാണെങ്കിലും പൊതുസ്ഥലങ്ങളിലാണെങ്കിലും ട്രെയിനുകളിലാണെങ്കിലും ട്രാമിലാണെങ്കിലും അവർ വളരെ സൈലൻ്റായിട്ട് വളരെ റെസ്പെക്റ്റ്ഫുള്ളി അവർ മറ്റുള്ളവരെ നോക്കിക്കാണുന്നവരാണ്. എനിക്കൊന്നും ഒരിക്കൽ പോലും ഞാനൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്റ്റുഡൻ്റാണോ അല്ലെങ്കിൽ വേറെ രാജ്യക്കാരിയാണോ വെച്ചാൽ നമുക്കൊന്നും ഒരിക്കലും ഒരു റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് ഈ രാജ്യത്തു നിന്ന് ഉണ്ടായിട്ടില്ല, മനസ്സിലായോ? സോ അതായത് നമ്മുടെ രാജ്യം എന്നല്ല ഞാൻ പറയുന്നത്, പുറത്തുനിന്ന് വന്ന കുറേ സ്റ്റുഡൻസും പല ആൾക്കാരും ശബ്ദം ഉണ്ടാക്കുന്നു, അവരവരുടേതായ എന്താ പറയുക ചെണ്ട കൊട്ടുന്നു, കളിക്കുന്നു. എല്ലാത്തിനും അതിൻ്റേതായ സമയവും അതിൻ്റേതായ സ്ഥലവും എല്ലാം ഉണ്ട്. അപ്പം നമുക്കൊരു ഫ്രീഡം കിട്ടി, നാട്ടിൽ നിന്നൊരു ഫ്രീഡം കിട്ടി, അത് നമുക്കിവിടെ വന്ന് എന്തും ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ വരരുത് ഒരിക്കലും. നമ്മളൊരു രാജ്യത്തേക്ക് വരുമ്പം അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കുക. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം ഇന്നത്തെ ഞാൻ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും എന്താ പറയുക യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ അതിന് തന്നെ മാക്സിമം റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയ വർഷം എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല മിടുക്കന്മാരായിട്ട് വരാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.